കണ്ടോ, ചാറ് നല്ല കുറുകി വന്നിരിക്കുന്നത്. എനിക്ക് തല വയ്ക്കാണ്. നല്ല കുറുകിയ ചാറാണ്. ഇവരൊന്നും തലയൊന്നും കഴിക്കത്തില്ല. സൽമാനൊക്കെ ഇങ്ങനെ കഷ്ണം മാത്രമേ കഴിക്കത്തുള്ളൂ. എനിക്ക് ഈ മീനിൻ്റെയൊക്കെ മുള്ള് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് കറി മതി. മതി മതി. നിസ്സാറിക്കാണ് ഇവിടെ ഏറ്റവും കുറവ് ചോറെടുക്കുന്നത്. ഇതിങ്ങനെ തൈരുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചൊന്ന് കഴിക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല പുളിയും എരിവും എല്ലാം ഉണ്ട്. എല്ലാം പാകത്തിൽ കൊള്ളാം. അടിപൊളി. സമി ഇത്ര ഉള്ളിയൊക്കെ എടുത്താലേ ഈ കാണുന്നവർ വിചാരിക്കും സമി ഭയങ്കര കാശ് പാർട്ടിയാണ്. ഇതിപ്പം ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 ചെറിയ ഉള്ളി വേണം. ഈ മീൻ കറിക്ക് ഉള്ളി ഇല്ലാതെയും കറി വെക്കാം. കുറച്ച് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മീൻ കറിയാണ്. ഈ ഉള്ളി നമുക്ക് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും സമി, നമ്മളെ ഇതൊക്കെ കണ്ടിട്ട് എത്ര പേര് ഉണ്ടാക്കും. ചിലർ രസത്തിന് വേണ്ടി ഇങ്ങനെ കാണുന്നതായിരിക്കും. ഈ ഹോട്ടലിൽ പോയി കഴിച്ചുകൊണ്ട് ഉണ്ടാക്കണ കുറേ പേരുണ്ട്. പക്ഷേ ഉണ്ടാക്കണ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതുപോലത്തെ യൂട്യൂബൊക്കെ കാണുന്ന എപ്പോഴെന്ന് അറിയാം, രാത്രി കിടക്കാൻ നേരം. ഇല്ലല്ല, ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അതാണ്. അല്ല, ഈ കുറേ പേര് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒക്കെ കണ്ടെത്തിപ്പെടണ്ടേ. അപ്പോൾ ഒരു രസത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ നമ്മളുടെ ആരാണോ അവരുടെ റെസിപ്പീസ്, ഇപ്പം ഞാനാണ്, എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും അത് കാണും, ട്രൈ ചെയ്യും. ഇതെന്താണ് സംഭവം എന്നറിയാവോ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യേ ഈ മീൻ കറിയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണോ ഇടുന്നതെന്ന്. ഇട്ട് നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയണേ. ഇത് ഏകദേശം ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുക്കും. നമ്മൾക്ക് ഇതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള തക്കാളി വേണം കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കൊഴുപ്പിന് വേണ്ടിയായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മീൻ കറിയിൽ തക്കാളി ഇടുക എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ ഇടാറേ ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് പലരും ഞാൻ ഈ റെസിപ്പി കാണിക്കുമ്പോഴൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. എനിക്കെന്തോ ഇഷ്ടമില്ല. അപ്പോൾ അതെ, നിസാർക്കാക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ മീൻ കറി തയ്യാറാക്കുന്നത്. ഇപ്പോൾ 2 തക്കാളി ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മറ്റേ പുളി ഇടത്തില്ലേ? വേറൊരു സൈസ് പുളി ഉണ്ടല്ലോ. വെയിറ്റ് ചെയ്യൂ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ പുളി ഒന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഒരു 2 മിനിറ്റ് ഇതുപോലെ പുളി ഇട്ടിട്ടങ്ങ് വെച്ചേക്കും കേട്ടോ. പിന്നെ നിങ്ങൾ നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ പുളി നല്ലതുപോലെ പിഴിഞ്ഞ് വരികയും ചെയ്യും. ഇതിപ്പം ഞാൻ തിളച്ച വെള്ളമല്ല എടുത്തിരിക്കുന്നത്, പച്ചവെള്ളമാണ്. മീൻകറിക്കല്ല, ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. തോരനെന്നല്ല, ഒരു കൂട്ടുകറി എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ കേട്ടോ. ഞാൻ തോരനെന്ന് പറയും. പിന്നെ കുറേ പേര് പറയും അത് തോരനല്ല, ഇന്നതാണെന്നൊക്കെ പറയും. ഞങ്ങളിവിടെ ഇതിന് തോരൻ എന്നാണ് പറയുന്നത്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വരികയാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കായാണെങ്കിൽ ഞാൻ തോല് പോലും കളയത്തില്ല. എന്തിനാ വെറുതെ അതിൻ്റെ വൈറ്റമിൻസൊക്കെ കളയുന്നത്. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തോല് താഴ്ത്തിയൊന്നും കളയത്തില്ല കേട്ടോ. ജസ്റ്റ് ഇത്ര മാത്രമേ കളയത്തുള്ളൂ. ഇപ്പം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തീരെ ചെറുതാക്കത്തില്ലേ, ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നിന്റെ കുക്കർ കരിഞ്ഞ് ഒരുമാതിരി കറുത്തിരിക്കുന്നു.
അത് പയർ വേവിച്ചതാണ് കേട്ടോ. അത് അവിടെ കിടന്ന് കരിഞ്ഞ് അതിന്റെ അതായത് ഈ കുക്കർ എടുക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. അതിൽ നിന്നൊക്കെ വൃത്തിയാക്കി ഈ ഒരു പരുവത്തിൽ കൊണ്ടുവന്നതാണ്. ഇനിയും വെളുപ്പിക്കാനുണ്ട്. സംഭവിച്ചത് അത് ഇതിനിടയിൽ സംഭവിച്ചു. അപ്പോൾ നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കായ ഉണ്ടല്ലോ, അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ടിരിക്കണേ. ഇനി ഒരു പച്ചമുളകും കൂടി ഞാൻ കട്ട് ചെയ്തിടും. നല്ല ഭംഗിയുള്ള പച്ചമുളക് അല്ലേ? പച്ചമുളകിന് എന്ത് ഭംഗി? ഓരോ വെജിറ്റബിൾസിനും അതിൻ്റെതായ ഭംഗിയുണ്ട്, അത് ആസ്വദിക്കണം. എരിവ് ആസ്വദിക്കാം. അധികം എരിവൊന്നുമില്ല നെയ്മുളകിന്. ഞാനേ ഈ 2 വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചതച്ചൊന്നിടണേ. അതിടുന്നില്ലേ സമയ വെളുത്തുള്ളി? ഇത് 2 ഞാനിപ്പോൾ ഇതിലേക്ക് ചതച്ചിട്ട്, പിന്നെ നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്ത് 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അരയ്ക്കാനുള്ളതിൽ ഞാൻ വെളുത്തുള്ളി ഇട്ടു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഞാൻ ഈ കായ അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ചിട്ടേ ലാസ്റ്റ് മാത്രമേ ഇതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കത്തുള്ളൂ കേട്ടോ. ഇത് ഇത്രയാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത്രയും മതി. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ ടക്കയും ചെയ്യുന്ന പണിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ ഓൺ എല്ലാം നോക്കണം. അങ്ങനെയല്ല, ഈ കാണികൾക്ക് മനസ്സിലാവണ്ടേ ഈ ടക്ക ചെയ്ത് കഴിഞ്ഞാലേ. ഞാൻ കുക്കർ മൂടിയിട്ടുണ്ട്, വെയിറ്റ് ഇട്ടിട്ടുണ്ട്. 1 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കും. അപ്പം ഞാൻ ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാണേ. അത് അവിടെ ഇരുന്ന് 1 വിസിൽ കേൾക്കുമ്പോഴേക്ക് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരും. ഇപ്പം നമ്മുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ അകത്തുള്ള കൊത്തെല്ലാം എടുത്ത് അങ്ങ് മാറ്റാം. ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതങ്ങ് മാറ്റണം. ഇനി ഈ പുളി വെള്ളത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി എപ്പോഴും കുറവ് മതി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്ര ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ കലക്കിയൊക്കെ എടുക്കുമ്പോൾ പല പല ക്വസ്റ്റ്യൻസ് ജെനുവിനായിട്ട് ചോദിക്കാത്തവർ എൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ. അതെനിക്കറിയാം. അപ്പം എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നോക്കിയ ശേഷം നെക്സ്റ്റ് ഡേ അഭിപ്രായം പറയുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നായകനെത്തി. ഇതാണ് 1 വിസിൽ കേട്ടല്ലോ. നമുക്ക് അത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മളുടെ നായകൻ ഇതാണ് പാരമീൻ. നായകനോ നായികയോ, നായകൻ മതി കേട്ടോ. നല്ല പീസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇനി കറിയാക്കാൻ പോകുന്നത്. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചട്ടിയില്ല. കാര്യം എന്താണെന്നറിയാവോ, നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വിസ്താരമുള്ള ഒരു പാത്രം എടുത്തത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ വിസ്താരമുള്ള ചട്ടിയില്ല, ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കിനി അതുപോലത്തെ ചട്ടി കിട്ടുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും അങ്ങനെ ഒരു പരത്തി എനിക്ക് കാണിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണേ. ഉലുവ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിട്ടപ്പോൾ തന്നെ നല്ല മണം വരുന്നില്ലേ? വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കിടക്കുന്നതിൻ്റെ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ഉള്ളിയൊന്നും ആരും ഇടില്ല, വില കൂടിയത്. അപ്പം നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് അരച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇവിടെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഒരുപാട് മൂക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിലുള്ള പൊടികളുണ്ടല്ലോ,
ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഞാനൊന്ന് കൂട്ടി കൊടുക്കാമേ. നമുക്കിനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഇതൊന്ന് തിളച്ച ശേഷം നമ്മൾ ഈ മുളക് പൊടി കലക്കിയ ബൗളില്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നല്ല കളറല്ലേ, കാശ്മീരി ചില്ലിയുടെ കളർ. എന്നാൽ അധികം എരിവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. സമി, നമ്മളെ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഹൈദരാബാദി ബിരിയാണി കഴിച്ച എരിവ് ഓർക്കുന്നുണ്ടല്ലോ. എൻ്റെ അമ്പോ, ഇതേ ഞാൻ 1 കപ്പ് വെള്ളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട്, അത് ഇതിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഇനി ഇത് മീനിട്ട ശേഷം ഇതൊന്ന് തിളച്ചിട്ടേ ഞാൻ മീനിടത്തുള്ളേ. ഇതുപോലെ തിള വരുമ്പോഴേക്കും നമ്മൾ നായികയെ കൊണ്ടുവരും. ആരാണെന്ന് കണ്ടല്ലോ, കരിയപ്പിലക്കുട്ടി. നമ്മുടെ നായികയെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും. കണ്ടോ? അപ്പം അതിൻ്റെ ഭംഗി, അതിൻ്റെ ആ ഒരു ഭംഗി കൂടിയത് കണ്ടോ, സുന്ദരിയായി അല്ലേ. നായിക റെഡിയായി. അടുത്ത് ഞാൻ നായകനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിലർക്ക് തല കാണുമ്പം ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നും. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ വീട്ടിൽ കഴിക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ തല ഉപയോഗിക്കണ്ട. എവിടെയെങ്കിലുമൊക്കെ ഇതുപോലത്തെ നല്ല ചട്ടി മൺചട്ടി കിട്ടുന്നവർ എൻ്റെ അടുത്തൊന്ന് പറയണേ. ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി സ്പൂണിട്ട് കുത്തത്തില്ല കേട്ടോ, അതിനെ നമ്മൾ വേദനിപ്പിക്കത്തില്ല. ഒന്ന് തിള വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഈ മസാലയൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പാര മീനാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കും. എത്ര മിനിറ്റ് വേവിക്കും? നമ്മൾ ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കും കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ തിളയ്ക്കുന്നത്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കും. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ മീൻ വെന്ത് കിട്ടും. മീനെന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. ചുമ്മാ നമ്മളിട്ട് തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ഗുണമൊന്നും ടേസ്റ്റ് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നമ്മൾക്ക് അരയ്ക്കാനുള്ളതേ നമ്മുടെ കായ്ക്കുള്ള അരപ്പാണ്. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ കേട്ടോ, വെള്ളമൊന്നും ചേർക്കത്തില്ല. എന്നിട്ട് ക്രഷ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോൾ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കും. ഇത്രയും മതി. നിന്റെ വാഴയ്ക്ക് റെഡിയായെന്ന് തോന്നുന്നു. സ്റ്റീമൊക്കെ പോയി കണ്ടോ. എന്താ പിന്നെ കണ്ടോ, പാകത്തിന് വെന്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട്, ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അരപ്പ് വേഗണ്ടേ, ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, എളുപ്പമല്ലേ. ഞങ്ങൾ ഇങ്ങനെ കാണിച്ച താമസം നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പം കുറച്ച് വർത്തമാനമൊക്കെ പറയുന്നതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. വേണ്ട, ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ താളിച്ചൊഴിക്കും. കരിയാപ്പിലായിരിക്കും. പിന്നെ അതില്ലാത്ത കറിയില്ലാതെന്ത് കറി. ഞാൻ ഇതുപോലെ കുറച്ച് കൂടുതൽ എനിക്കിഷ്ടമുള്ള സാധനമാണ്. ഇവർക്കൊന്നും ഇഷ്ടമില്ലാത്ത സാധനമാണ് എനിക്കിഷ്ടം. പാവയ്ക്ക, കരിവേപ്പില എന്താ അതൊക്കെ ഇടുമ്പം നല്ല സുന്ദരിയാവും നമ്മളുടെ കറി. എന്താ, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കും. ഇത് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നു വലിയ ചായപാത്രം കണ്ടാണ്. ഇതൊരു കുഞ്ഞു പാത്രം. ഒരു പ്രാവശ്യം നീ എണ്ണ ഒഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും എണ്ണ കുടിക്കുമെന്ന്. നോക്കിയപ്പോൾ പാത്രം ചെറുത്. ഇത് കണ്ടോ, ഞാനിത് നിങ്ങളെ കാണിക്കാത്തതാണ് കേട്ടോ. കാരണം നമ്മളൊരു മീൻ വാങ്ങിച്ചതിൻ്റെതേ വാലും അതിൻ്റെ സൈഡിലെ കഷ്ണമൊക്കെയാണ് ഉള്ളത്. വലിയ കാണിക്കത്തക്ക കഷ്ണങ്ങളല്ല. അത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ചോറിന് ഇതൊക്കെ ആയിരിക്കും. ചോറിന് മീൻകറിയും ഇത് മീൻ പൊരിച്ചെടുക്കും. പിന്നെ നമ്മളുടെ ഈ തോരനുമാണ്. ഈ താളിക്കാനുള്ള എണ്ണ ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് രുചി കൂടണം എന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ചു പോയി. പിന്നെ നിങ്ങൾക്ക് രുചി കൂടണം എന്നുണ്ടെങ്കിൽ നെയ്യിട്ടാലും മതിയാവും കേട്ടോ. അതൊക്കെ രുചി കൂട്ടുന്ന ചില ട്രിക്സാണ്. പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കണത്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇതിലേക്കിട്ട് പൊട്ടിച്ചു കൊടുക്കാം.
കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ മൂടി വയ്ക്കുമെന്ന് പറയും ചിലർ. അതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടായിരിക്കും. ഞാനിപ്പോൾ മൂടി വയ്ക്കും. കാരണം ഇനി നമുക്ക് ചോറിനാൻ നേരം മതിയല്ലോ. അപ്പോൾ ഇതുപോലെ അടച്ചങ്ങ് മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ കറി എന്തായി? അടിപൊളി മണം, അടിപൊളി മണവും. പക്ഷെ കരിയാപ്പല കുറവുണ്ടല്ലോ, അത് മുകളിൽ ഒന്നുകൂടെ ഇടണമല്ലോ. അത് ലാസ്റ്റ് ഞാൻ ഇടും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ പാത്രം എടുത്ത് നന്നായി. കണ്ടോ, ചട്ടിയിലാണെങ്കിലും 2 സൈഡിൽ പിടിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാവാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾ നോക്കണം, ഞാൻ ഉപ്പുണ്ടോ നോക്കിയോട്ടെ. അടിപൊളി. എൻ്റെ കൈ പൊള്ളി കണ്ടല്ലോ. നിങ്ങൾക്ക് ഇനിയും ചാറൊന്നും കുറുക്കണമെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് കുറുക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അടയ്ക്കത്തില്ല, 2 മിനിറ്റ് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഈ സമയം നമ്മൾ ഒരു സംഭവം ചേർക്കും. യെസ്, ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. അതിങ്ങനെ ഒന്ന് ഇതിൻ്റെ മീതെ ഒന്ന് വിതറി കൊടുക്കും. പൂച്ചാടന്ന് വിളിക്കുന്നു മീനിൻ്റെ മണം അടിച്ചപ്പോൾ. പിന്നെ കുറച്ച് കരിവേപ്പിലയോടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മൂടി മാറ്റി വെക്കും. ഉച്ചയ്ക്ക് വരെ മനസ്സിലായി മീൻകറി. അങ്ങനെ കിടക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാനേ. ഇനി നമുക്കിത് മൂടി മാറ്റി വെക്കാം. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ മീൻ മുളക് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു ഭംഗിയില്ലാത്ത കഷ്ണങ്ങളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ മസാല പുരട്ടുന്നതൊന്നും കാണിച്ചു തരാത്തത് കേട്ടോ.